തട്ടി മാറ്റണ്ട, കുറച്ച് ലെങ്ത് ഉണ്ടാവും, പക്ഷേ നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പോൾ ഡീഫോഗിനെ കുറിച്ചാണ്. ഡബിൾ ഹൈറ്റ് വാളുകളൊക്കെ ചെയ്തു വരുമ്പോൾ നിങ്ങൾ ഒരുപാട് പ്രാവശ്യം കയറി ഇറങ്ങണ്ടാവും അല്ലേ? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതിന് ഞാൻ കുറച്ച് കാര്യങ്ങൾ ഡീഫോഗ് എങ്ങനെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. പ്രൈമർ തൊട്ട് തുടങ്ങാം. നമ്മളൊരു പ്രൈമർ അടിക്കുമ്പോൾ ആ പ്രൈമർ നല്ലൊരു പ്രൈമർ മേടിച്ച് ചെയ്യുക. പ്രൈമർ എന്ന് പറയുമ്പോൾ വാട്ടർ പ്രൂഫ് പ്രൈമർ ഡീഫോഗിന് വേണ്ടി അടിക്കരുത്. സാധാ സിമൻറ്റ് പ്രൈമർ തന്നെ നിങ്ങൾ യൂസ് ചെയ്യുക. പുട്ടിയിട്ട് പ്രൈമർ അടിച്ച ഭിത്തിയാണ് ഡീഫോഗ് ചെയ്യാൻ ഏറ്റവും ഉത്തമമായ വാളെന്ന് പറയുന്നത്. ഒരിക്കലും എമൽഷൻ ബേസായിട്ട് ഡീഫോഗിന് അടിക്കരുത്. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്കിത് ഉപകാരപ്പെടും. ഞങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒരേ സമയത്ത് ഞങ്ങൾ ഡിസൈൻ ഇട്ട് താഴേക്ക് ഇറങ്ങി വരും. അത് നല്ല വെയിലത്തും ചെയ്യാൻ സാധിക്കും. വെയിലുണ്ടെങ്കിൽ നല്ല കാര്യമാണ്. വെയിലുണ്ടെങ്കിൽ നമുക്ക് ഡീഫോഗ് ചെയ്യാൻ പറ്റും. കാരണം ഡീഫോഗ് ഒരു സ്ലോ സെറ്റിംഗ് ആയിട്ടുള്ള മെറ്റീരിയലാണ്, പതുക്കെ ഉണങ്ങുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് എത്ര വെയിലുണ്ടെങ്കിലും നമുക്ക് ഒരാൾക്ക് തന്നെ നിന്നിട്ട് ഡിസൈൻ ചെയ്ത് ഇറങ്ങി വരാം. അതും പാറ്റേൺ ഒരു സമയം മാത്രം നമ്മൾ സ്കഫോൾഡിൽ കയറിയാൽ മതിയാവും. ഡിസൈൻ ഇട്ട് നമുക്ക് ഇറങ്ങി വരാം. പിന്നെ നമ്മൾ കയറുന്നത് വാക്സ് ചെയ്യാൻ വേണ്ടി മാത്രമായിരിക്കും. വാക്സ് ചെയ്യുമ്പോൾ ഒരു ദിവസം ഇടവേളക്ക് ശേഷം മാത്രം വാക്സ് ചെയ്യുക. ഡീഫോഗിൻ്റെ വാക്സ് മാത്രം ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്താൽ മതി. പിന്നെ പല ആളുകൾക്കും ഒരു ഡൗട്ടുള്ളത്, എങ്ങനെയാണ് ഈ ഫസ്റ്റ് കോട്ട് അത് കഴിഞ്ഞാൽ പിന്നെ സെക്കൻഡ് കോട്ട് ഇട്ട് പരിപാടി കഴിഞ്ഞാൽ? അങ്ങനെയല്ല. ഫസ്റ്റ് ലെയർ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി നിങ്ങൾ ഫസ്റ്റ് ലെയർ ഇട്ട് വെയിറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ സെക്കൻഡ് ലെയർ എന്ന് പറയുന്നത് ഒരേ സമയം 2 കോട്ട് ഒരുമിച്ചിടുന്നതിനാണ് സെക്കൻഡ് കോട്ട് എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ ഫസ്റ്റ് കോട്ട് ഇട്ട് പിന്നെ അതിൻ്റെ മുകളിൽ ഒരു കോട്ട് ഇട്ട് ആ പരിപാടി കഴിഞ്ഞ് എന്ന് പറഞ്ഞ് ഇറങ്ങി പോകുന്നതിനല്ല. അതാണ് ഞങ്ങളുടെ വർക്കുകളിലൊക്കെ പെർഫെക്ഷൻ്റെ വ്യത്യാസം. രണ്ടാമത്തെ കോട്ട് എന്ന് പറയുന്നത് 2 കോട്ട് ഒരേ സമയത്ത് ഇട്ട് ഇറങ്ങി വരുന്നതാണ്. അപ്പോൾ 3 ലെയർ ശരിക്കും പറഞ്ഞാൽ ആപ്ലിക്കേഷൻ വരുന്നുണ്ട്. അപ്പോൾ അത്രയും നമ്മൾ അതിനൊരു തിന്ന് കൊടുക്കുന്നുണ്ട്. മാത്രമല്ല ഇത് പുട്ടിയിടുന്ന പോലെ വലിച്ചിടുക, കനം കൂട്ടിയിടുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഡിസൈൻസുകൾ കിട്ടാൻ ചാൻസ് കുറവാണ്. പിന്നെ ഏത് തരത്തിലുള്ള ബ്ലേഡുകൾ വേണമെങ്കിലും ഡീഫോഗിൽ നമുക്ക് യൂസ് ചെയ്യാം. അതായത് ഓരോ പാറ്റേൺസിൽ വ്യത്യാസം വരും, പക്ഷേ ഡിസൈൻസുകൾ അടിപൊളിയായിരിക്കും. പലരും ചോദിക്കാറുണ്ട്, ഈ പുള്ളി ഇന്നാൾ പറഞ്ഞു ആ മെറ്റീരിയലാണ് നല്ലതെന്ന് പറഞ്ഞു, ഇന്നാൾ പറഞ്ഞു ഈ മെറ്റീരിയലാണ് നല്ലതെന്ന് പറഞ്ഞു, പിന്നെ പറഞ്ഞു അതാണ് നല്ലതെന്ന് പറഞ്ഞു, ഇപ്പോൾ പറയുന്നത് ഇതാണ് നല്ലതെന്ന് പറഞ്ഞു. അങ്ങനെ ചോദിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. കമൻറ്റ് ബോക്സിൽ ഞാൻ കണ്ടിട്ടുണ്ട്. പലരും വൈരാഗ്യത്തിൻ്റെ പുറത്ത് പറയുന്നവരുണ്ട്, ചിലവർ അറിയാൻ പാടില്ല പറയുന്നവരുണ്ട്. അവർക്ക് വേണ്ടി ഞാനൊരു കാര്യം പറഞ്ഞുതരാം. നമ്മൾ മാർക്കറ്റിൽ എന്നും ഒരേ പ്രൊഡക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരല്ല. നമുക്ക് അപ് ടു അപ്ഡേറ്റ് ആയിട്ട് മെറ്റീരിയൽസുകൾ മാറി മാറി വരും. അത് നമ്മൾ യൂസ് ചെയ്യും. ഇപ്പോൾ ഇന്ന് നമ്മളൊരു പ്രൊഡക്റ്റ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു, നാളെ ഇതിനേക്കാൾ ഒരു ബെറ്റർ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ കിട്ടുമ്പോൾ അതിലോട്ട് നമ്മൾ മാറുന്നതിൽ കുറ്റമില്ല. അത് ആപ്ലിക്കേറ്റർ, അതായിരിക്കണം നമ്മൾ ആപ്ലിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. നല്ല പ്രൊഡക്റ്റുകൾ വരുമ്പോൾ നമുക്ക് എപ്പോഴും നല്ലതല്ലേ, എന്നും അപ് ടു അപ്ഡേറ്റ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കണം. പണ്ട് ലോക്കൽ ടെക്സ്റ്ററിൽ നിന്ന് ഇപ്പോൾ സിമെൻറ്റ് ടെക്സ്റ്ററുകളിലോട്ട് വന്നു, ഇപ്പോൾ ഡീഫോഗിലോട്ട് വന്നു. ഇനിയിപ്പോൾ ഇതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള വേറൊരു ഡിസൈൻസിലോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ അതിലോട്ട് മാറും. അപ്പോൾ ഒരു ആപ്ലിക്കേറ്ററെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും അപ്ഡേറ്റ് ആയിട്ടിരിക്കുക. നിങ്ങളിവിടെ ഉണ്ട് എന്നുള്ളത് മറ്റുള്ള ആളുകൾക്ക് അറിയിച്ചു കൊടുക്കുക.